ഹായ് ഫ്രണ്ട്സ്, PK ലേണിംഗ്സ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രശസ്തമായ വരികളുടെ ഭാഗം 3 ഇതിനോടകം തന്നെ ഭാഗം 1ഉം ഭാഗം 2ഉം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അത് കേൾക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ഭാഗം പ്രശസ്തമായ വരികളിൽ നമ്മൾ ആശാന്റെ ചില വരികളാണ് കേട്ടത്. ഇന്ന് ഈ ഭാഗത്തിൽ കുമാരൻ ആശാന്റെ മറ്റു ചില കൃതികളിലെ പ്രശസ്തമായ വരികൾ നമുക്ക് പരിചയപ്പെടാം. ഹാ പുഷ്പമേ അധിക തുംഗ പദത്തിലെത്ര ശോഭിച്ചിതിന്നൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിലസ്ഥിരമ സംശയം ഇന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരങ്ങു കിടപ്പിതോർത്ത. കുമാരനാശാന്റെ വീണപൂവ് എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണിവ. 1907 മിതവാദി എന്ന പത്രത്തിലാണ് ആദ്യമായി ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ഭാഷാപോഷിണി എന്ന വാരികയിലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള അതീവ സൂക്ഷ്മങ്ങളായ ഘട്ടങ്ങളെ മനുഷ്യജീവിതത്തിന്റെ നൈമിഷികതയുമായി ബന്ധിപ്പിച്ച് കേവലം 41 ശ്ലോകങ്ങളിലാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ മറ്റൊരു പ്രശസ്തമായ കാവ്യമാണ് കരുണ. വാസവദത്ത എന്ന വേശ്യാസ്ത്രീക്ക് ഉപഗുപ്തൻ എന്ന ബുദ്ധശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുന്ന ഖണ്ഡകാവ്യമാണ് കരുണ. വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് വൃത്തമായ നദോന്നതയിലാണ് ഇത് എഴുതപ്പെട്ടത്. ഈ കൃതിയിലെ പ്രശസ്തമായ ചില വരികൾ നമുക്ക് കേൾക്കാം. സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയെന്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി. തന്റെ പ്രണയഭാജനമായ ഉപഗുപ്തനെ പലവട്ടം ആളെ അയച്ചു വിളിച്ചിട്ടും കാണാത്തതിൽ പരിതപിച്ച് വാസവദത്ത തന്റെ തോഴിയോട് പറയുന്ന വാക്കുകളാണിവ. വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ഈ കൃതിയിലെ തന്നെ മറ്റു 2 വരികളാണ്. ഹാ സുഖങ്ങൾ വേറും ജാലം ആരറിവോ നിയതിതൻ, ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. ഈ കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സാവിത്രി എന്ന നമ്പൂതിരി യുവതിയും ചാത്തൻ എന്ന പുലയ യുവാവും. ഈ കൃതിയിലെ ചില വരികൾ നമുക്ക് കേൾക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. ഈ കൃതിയിലെ മറ്റൊരു വരിയാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. അതുപോലെ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ. ഇതും ഈ കൃതിയിലെ വരികളാണ്. രാമായണത്തിലെ ഒരു കഥാസന്ദർഭത്തെ സീതാ പരിപ്രേക്ഷ്യത്തിൽ പുനരവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ആശാൻ ഈ കൃതി 1919 എഴുതി പൂർത്തിയാക്കിയത്. ഈ കൃതിയിലെ പ്രശസ്തമായ ചില വരികൾ നമുക്ക് പരിചയപ്പെടാം. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, സ്വയം മധുരിച്ചിടാം പരിശീലിപ്പൊരു കയ്പു താനുമേ. ഇത് ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണ്.